നല്ല നാടൻ കറികളൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കില്ലേ കൂടുതൽ പേരും. അങ്ങനെ ഒരു നാടൻ കറി കേട്ടോ, നല്ല ചേമ്പും കുമ്പളങ്ങയും കൊണ്ടുള്ള പുളിങ്കറി. നമ്മുടെ ഇവിടെ ഇതിന് പുളിങ്കറി എന്നാണ് പറയുന്നത്. അതിന് കുറച്ച് ചേമ്പും കുമ്പളങ്ങയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു 2 പച്ചമുളകും കൂടെ കൽച്ചട്ടിയിലിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെയുള്ള കറികളൊക്കെ എപ്പോഴും നമ്മൾ കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കാറ്. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിന് വേണ്ടി ഒരു 3-4 കൊച്ചുള്ളിയും ഒരു ചെറിയ സ്പൂൺ നിറച്ച് ജീരകവും 1 കപ്പ് അളവിൽ തേങ്ങ, പിന്നെ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് ഈ കാന്താരിമുളക് കേട്ടോ. ആ കാന്താരിമുളകും ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. കാന്താരിമുളക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നന്നായിട്ട് കഷ്ണമൊക്കെ വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് എനിക്കൊരു ഐറ്റം വിട്ടുപോയിട്ടുണ്ട്, അത് പുളിയാണ്. അതായത് വാളംപുളി ഒഴിച്ച് കൊടുക്കണം. പുളിങ്കറി എന്നാണല്ലോ പറയുന്നത്, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വാളം പുളിയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കടുക് വറുത്തിടാം. കടുകും നല്ല വറ്റൽ മുളകും കുറച്ച് ഉലുവ അത് പ്രത്യേകം ചേർക്കണേ. ഉലുവായും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല പോലെ അങ്ങ് മൂപ്പിച്ചും കൂടി ഇട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റിയുള്ള ഒരു പുളിങ്കറി ഇവർ റെഡി ആട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഈ നാടൻ കറികളുടെ രുചി അതൊന്നും വേറെ തന്നെയല്ലേ. അപ്പോൾ അതാ നല്ല ചോറിൻ്റെ കൂടെ ഈ ഒരു പുളിങ്കറി കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളിയാട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.